കുറച്ചുകൂടി കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു പാനിക്കാവും. കാരണം എന്താ, ഇനി അവരുടെ കയ്യിൽ ഇടാൻ മണി കുറഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുവാണ്, ലോസിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. കറക്ഷൻ മോഡിലോട്ട് പോയാൽ മാത്രമാണ് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പ്രോഫിറ്റ് ബുക്ക് ചെയ്താലേ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും. ഫസ്റ്റ് പോയിന്റ്. എല്ലാവരുടെയും ഫോക്കസിലുള്ള സ്റ്റോക്കുകളായിരിക്കില്ല അടുത്ത റൗണ്ടിൽ ബുൾ റാലിയിലോട്ട് വരിക. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഹിഡൻ ജെംസ് സ്റ്റോക്കുകൾ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളായിരിക്കും റാലി. അപ്പോൾ അത്തരം സ്റ്റോക്കുകളെ കണ്ടെത്തണമെങ്കിൽ എങ്ങനെ കണ്ടെത്താം? കൊറോണ പോലെ, അല്ലെങ്കിൽ ലീമൻ കൊലാപ്സ് പോലെ, 2008 കൊലാപ്സ് പോലെ, 2003 .com ബബിൾ പോലെ, 92 അർഷദ് മേത്ത സ്കാം പോലെ വലിയ 50% കറക്ഷൻസൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് കുലുങ്ങാത്ത മാർക്കറ്റ് ഇപ്പോൾ കുലുങ്ങുന്നൊന്നും ആരും വിശ്വസിക്കണ്ട. 26,000 ഹിറ്റ് ചെയ്ത് നിഫ്റ്റി 50 നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ചെയ്ത് 24,000 എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ ഇനി മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമോ എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സ്റ്റോക്സ് ആഡ് ചെയ്യാനുള്ള സമയമാണോ എന്നുള്ളത് ഏറ്റവും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, കുറേ പേര് ലോസസ് കണ്ട് സ്റ്റോക്ക് ബുക്ക് ചെയ്യണോ, സെല്ല് ചെയ്ത് പുറത്തിരിക്കണോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻസ് പലരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു സമയമാണ്. കാരണം വെച്ചാൽ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ആളുകൾ ഇങ്ങനൊരു കറക്ഷൻ കണ്ടിട്ടുണ്ടാവില്ല. സോ അവർ ഭയങ്കര എന്താ പറയുക, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ബുക്ക് ചെയ്ത് മാറണോ, അതോ എനിക്കിനി ലോസ് വരുമോ, ഇതിന് പ്രോഫിറ്റിലേക്ക് വരില്ലേ എന്നുള്ള ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്. സുനിലിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമോ? ആക്ച്വലി കുറേ നാൾക്ക് ശേഷം മാർക്കറ്റിൽ കറക്ഷൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതിനു മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മാർക്കറ്റ് താഴെ വരുന്നു, ക്യുക്കായിട്ട് തിരിച്ചു വരുന്നു, താഴെ വരുന്നു, ക്യുക്കായിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനത്തെ ഒരു ഫേസേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഈ പറയുന്ന കറക്ഷൻ മോഡിലോട്ട് മാർക്കറ്റ് പോയി എന്നുള്ളത്. കണ്ടിന്യൂസ്ലി കറക്ഷൻസ്, അതായത് മാർക്കറ്റ് ടോപ്പിൽ നിന്ന് ഇപ്പോൾ 24,000 താഴെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഫർദർ താഴത്തോട്ട് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെക്നിക്കലിയും ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിഫ്റ്റി 50യുടെ PE റേഷ്യോ മോർ ദാൻ 22 ആണ്. അപ്പോൾ 22 അത്ര വലിയ കൂടുതലൊന്നുമല്ല. ചിലപ്പോൾ ഒരു 19 വരെയും കറക്റ്റ് ചെയ്യാം. PE 19 എത്തിയാൽ ഒരുവിധം പക്ക വാല്യുവേഷൻ. അപ്പോൾ 19 ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ നോക്കുമ്പോഴും ഇപ്പോൾ 20 എത്തും അല്ലെങ്കിൽ 21 ആവറേജ് വാല്യൂ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താലും ഇനി കറക്ഷൻ ബാക്കിയുണ്ട്. ഫണ്ടമെൻ്റലി കുറേ കാര്യങ്ങൾ കറക്ഷൻ ബാക്കിയുണ്ട്. ഇനി ഈ ക്വാർട്ടർ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടർ റിസൾട്ടിൽ ഏണിങ്സ് വളരെ കുറവാണ്. കമ്പനിയുടെ റിസൾട്ടുകൾ വളരെ മോശമാണ്. ഓട്ടോ സെക്ടർ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ബാങ്കിങ് സെക്ടറിൽ അത്രയും നല്ല റിസൾട്ടുകളില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല ഈ സെക്ടറാണ് ഇത്തവണ Q3 തന്നിരിക്കുന്നത്. ആരും തന്നെ നല്ല റിസൾട്ട്സ് തരുന്നില്ല. അതായത് ഏണിങ്സ് കുറയാണ്. ഏണിങ്സ് കുറയുമ്പോൾ തന്നെ എന്ത് പറ്റും, PE റേഷ്യോ 20 അവിടെ തന്നെ നിൽക്കുകയും PE റേഷ്യോ താഴ്ത്തിട്ടു. അപ്പോൾ അത് വാല്യുവേഷൻ നന്നാവില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 85% ടോട്ടൽ സ്റ്റോക്കുകൾ 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. മോർ ദാൻ 55% ഓഫ് സ്റ്റോക്സ് 200-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ സെക്ടർ വൈസ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ബാങ്കും IT-യും മാത്രമാണ് കുറച്ചെങ്കിലും പ്രോമിസിങ് സ്ട്രക്ചറിൽ നിൽക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഓട്ടോമൊബൈൽ കറക്റ്റ് ചെയ്തു, എല്ലാവരും കറക്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് മെറ്റലാണ് ഉണ്ടായിരുന്നത്, മെറ്റൽ കഴിഞ്ഞ ദിവസങ്ങളിലും കറക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ പോസിറ്റിവിറ്റി വരാനുള്ളത്? അപ്പോൾ കണ്ടിന്യൂസ്ലി വീണ്ടും 1 റൗണ്ടോ 2 റൗണ്ടോ സെല്ലിങ്. അപ്പോൾ എവിടം വരെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അപ്പോൾ അടുത്ത ലെവലുകൾ എവിടെയാണ്? ഓരോ ലെവലുകൾ കഴിയുമ്പോൾ കൂടുതൽ ഫാള് ചിലപ്പോൾ മാർക്കറ്റിൽ വന്നേക്കാം. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇനി പൊട്ടുന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകളുണ്ട്. വാല്യുവേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നിട്ടില്ല. 2022 ഒരു ചെറിയ കറക്ഷൻ വന്നു എന്ന് പറഞ്ഞാലും ഒരു മേജർ കറക്ഷനൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ 2021 മുതൽ ഹോൾഡ് ചെയ്ത സ്റ്റോക്സ് ഇങ്ങനെ ആളുകൾ കൈ പിടിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് എന്ത് വേണം? ടാക്സ് കിട്ടണമെങ്കിൽ ഈ സ്റ്റോക്കുകൾ ആളുകൾ ബുക്ക് ചെയ്യണ്ടേ? എന്നാലാണല്ലോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 12.5% ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടത്തുള്ളൂ. സോ കറക്ഷൻ മോഡിലോട്ട് പോയാൽ മാത്രമാണ് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യൂ. പ്രോഫിറ്റ് ബുക്ക് ചെയ്താലേ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടൂ. ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഇപ്പോൾ FANDOയിൽ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ആരെ പിണക്കി? ആക്ച്വലി FISനെ പിണക്കി. അന്ന് മുതലാണ് FIS സെല്ല് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നും കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം നിയർലി 1.5 ലക്ഷം കോടി രൂപയോളം അവർ സെല്ല് ചെയ്ത് കൊണ്ടുപോയി. ഈ പൈസ എങ്ങോട്ട് പോയി എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കേസാണ്. ചൈനയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്, അമേരിക്കയിലോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അവരും സെബിയും തമ്മിൽ നല്ല ടീംസിലല്ല എന്നുള്ളത് തന്നെയാണ്.
പുതിയ സെബിയുടെ പുതിയ അപ്ഡേറ്റ്സ് 5 കോടി നെറ്റ്വർത്ത് ലിക്വിഡ് നെറ്റ്വർത്ത് ഉള്ളവരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇതൊന്നും ഒരിക്കലും പോസിബിളായിട്ട് 5 കോടി രൂപ ലിക്വിഡ് ആസ്തി ഉണ്ടായാൽ പോരാ, ലിക്വിഡ് നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ അവരെന്തായാലും F&O ചെയ്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അവർ മറ്റു വല്ല ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. കാരണം ഒരു ബിസിനസ്സിലും 5 കോടി രൂപയ്ക്കൊന്നും സാധാരണക്കാരുടെ ലിക്വിഡിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആളുകളായിരിക്കും. അപ്പോൾ അത് ടോട്ടൽ പോപ്പുലേഷൻ്റെ 0.1% താഴെയായിരിക്കും. അവർ മാത്രം F&O ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. പിന്നെ സെബിക്ക് ഇങ്ങനെയൊക്കെ പറയാം, അൾട്ടിമേറ്റ്ലി NSE BSEനെയാണ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് എൻഡിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയാണ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കേസ് FIS ഉടക്കി നിൽക്കുന്നു എന്നാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ FISനെ ഉടക്കുക, ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നാൽ FIS ഉടക്കുമെന്നും സെല്ലിംഗ് വരുമെന്നും ഈ അതോറിറ്റീസിന് അറിയില്ലേ, ഗവൺമെൻറ്റിന് അറിയില്ലേ? യെസ്, ഗവൺമെൻറ്റിന് ഇത് അറിയാം. കാരണം ഗവൺമെൻറ്റിനും മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കറക്ഷൻ അത്യാവശ്യമായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞ ഒരു ടാക്സ് കളക്ഷൻ. രണ്ടാമത് എപ്പോഴും ഇങ്ങനെ ഹൈ ഓവർ വാല്യുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യത്തിൽ കുറവ് വരും. നമ്മളെപ്പോലുള്ള ഒരു വളരുന്ന രാജ്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം. നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിലൊരു കറക്ഷൻ നല്ല റൈറ്റ് വാല്യുവേഷനിലോട്ട് വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു ഹെൽത്തി കറക്ഷനായിട്ട് കാണാം. ഈ ഹെൽത്തി കറക്ഷനിൽ പുതിയ എൻട്രി എടുക്കണം എന്താണ് തോന്നുന്നത്? കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു, എൻട്രി എടുക്കണം എന്നാണോ തോന്നുന്നത്? എന്താ തോന്നുന്നത്? അതായത് ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിലേക്ക് വരുമ്പോൾ കറക്റ്റ് സമയമാണ് റൈറ്റ് എൻട്രി കയറാനായിട്ട്. അതായത് റിയൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു റാലി നമുക്ക് പിടിക്കാൻ പറ്റും. അതായത് ഓവർ വാല്യൂ ആയിട്ട് നിൽക്കുന്ന സമയത്തല്ല, കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് റീറ്റെയിലേഴ്സും ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇപ്പോൾ ലാസ്റ്റ് സെക്ടറിൽ കഴിഞ്ഞ ലാസ്റ്റ് ബുൾ റാലിയിൽ ആരൊക്കെയായിരുന്നു ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാക്ട്, മാസ്ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ റാലി. അപ്പോൾ ഇപ്പോഴും ആളുകൾ ആ സ്റ്റോക്കിൻ്റെ പിന്നാലെ. ഷിപ്പ്യാർഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ? പക്ഷേ ആ സ്റ്റോക്കുകളൊന്നും തിരിച്ചു കയറില്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരുടെയും ഫോക്കസിലുള്ള സ്റ്റോക്കുകളായിരിക്കില്ല അടുത്ത റൗണ്ടിൽ ബുൾ റാലിയിലോട്ട് വരിക. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഹിഡൻ ജെംസ് സ്റ്റോക്കുകൾ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്റ്റോക്കുകളായിരിക്കും റാലി. അപ്പോൾ അത്തരം സ്റ്റോക്കുകളെ കണ്ടെത്തണമെങ്കിൽ എങ്ങനെ കണ്ടെത്താം? ഒന്ന്, ഈ കറക്ഷനിലും പല സെക്ടേഴ്സും കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സെക്ടേഴ്സിൽ കറക്റ്റ് ചെയ്യാതെ നിൽക്കുന്ന സ്റ്റോക്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കെമിക്കൽ സെക്ടർ വീഴാണ്, കെമിക്കൽ സെക്ടറിൽ വീഴാതെ നിൽക്കുന്ന സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് അടുത്ത റൗണ്ടിൽ ഈ സെക്ടേഴ്സാണ് ബുള്ളിഷെങ്കിൽ ആ വീഴാതെ നിന്ന സ്റ്റോക്സിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം, മൈക്രോ ഫിനാൻസ് സെക്ടർ വലിയ കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2-3 കൊല്ലങ്ങളായിട്ട് കറക്ഷൻ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ നല്ല കമ്പനികളുണ്ട്, നല്ല റിസൾട്ട്സുകൾ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ. ഈ കമ്പനികൾക്ക് യഥാർത്ഥത്തിലുള്ള വളർച്ച സംഭവിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ സെക്ടർ താഴെയാണ്, ആ സ്റ്റോക്കിൽ പിടിച്ചേക്കാണ്. ഇനി ഈ സെക്ടറിലൊരു ബുള്ളിഷ്നെസ് വരികയാണെങ്കിൽ റൈറ്റ് ആ സ്റ്റോക്ക് ഇങ്ങനെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസ് നടത്തി വെച്ച് അടുത്ത ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് സെക്ടറാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ സെക്ടറിലെ ഇത്തരത്തിലുള്ള ജംസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് 12th നവംബറിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നന്നായിട്ട് കറക്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു പോർട്ട്ഫോളിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി റെഡാണ് കറക്റ്റ് ചെയ്തതിൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നു മെഡി അസിസ്റ്റ് അല്ലേ, ആ ഒരു സ്റ്റോക്ക് 7%. മെഡി അസിസ്റ്റ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ തവണ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി സ്റ്റോക്സ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. സഹീലാണെങ്കിലും അങ്ങനെ പല സ്റ്റോക്സും ഞാൻ നോക്കിയത്. പക്ഷേ ഓവറോൾ പോർട്ട്ഫോളിയോ ഓൾസോ IT സ്റ്റോക്സ്, ITBC എന്ന് കയറിയിട്ടുണ്ട്. അല്ല IT സെക്ടർ ഞാൻ ITBC എടുത്തു പറയാൻ കാരണം ഞാനിപ്പോഴും ITBC ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ IT സെക്ടർ കയറിയിട്ടുണ്ട്. എനിക്കൊണ്ട് ബാങ്ക് വലിയ രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടില്ല. ബാങ്ക് ആ ഫൗണ്ടേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്ത പോലെ വലിയ കാര്യമായിട്ടൊന്നും കറക്റ്റ് ചെയ്തില്ല. ബാങ്ക് കറക്റ്റ് ചെയ്തു. പക്ഷേ എങ്കിലും ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന്
നിന്ന് താഴെ പോയിട്ടില്ല. 1500 1600 മുതൽ നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു കറക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും പ്രോഫിറ്റ് തന്നെ. അതെ, ഞാൻ പറയുന്നത് ഇനി കറക്റ്റ് ചെയ്താലും ഒരു 1500 എന്നൊക്കെ പറയുന്നത് HDFC ബാങ്കിൻ്റെ പെർഫെക്റ്റ് ലെവലാണ്. അപ്പോൾ ഈ കറക്ഷനിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വാല്യുവേഷൻ ഗെയിം കളിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കറക്ഷൻ കാണുമ്പോൾ ഒരുപാട് പേര് പാനിക് ആവും. അതായത് ഇപ്പൊ റീസെന്റ് വന്നേക്കുന്ന ആൾക്കാരാണെങ്കിൽ സിൽവി, അതായത് കറക്ഷൻ കണ്ടിട്ടില്ല, കറക്ഷൻ കണ്ടിട്ടില്ല, അവരെല്ലാം ബുക്ക് ചെയ്ത് അയ്യോ കിട്ടിയത് ഇനി ഇതെങ്കിലും രണ്ട് കാര്യമാണ്. ഒന്ന്, ചെറുതായിട്ട് കറക്റ്റ് ചെയ്തപ്പോൾ അവർ വിചാരിച്ചു തിരിച്ചു കയറും എന്ന് വിചാരിച്ചു, ഇൻവെസ്റ്റ് ചെയ്തു. വീണ്ടും ഇച്ചിരി കറക്റ്റ് ചെയ്തില്ലേ, അപ്പോൾ അവർ വിചാരിച്ചു കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു പാനിക്കാവും. കാരണം എന്താ, ഇനി അവരുടെ കയ്യിൽ ഇടാൻ മണിയില്ല, മണി കുറഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുവാണ്, ലോസിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഇൻവെസ്റ്റ് ചെയ്ത BSE സ്റ്റോക്ക്, നമ്മളെന്തുകൊണ്ടാണ് BSE സ്റ്റോക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത്, ആ ഒരൊറ്റ കണ്ടീഷൻ, വീക്കിലി ഓപ്ഷൻസ് BSE കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. പുതിയ നമ്മൾ റീൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 20% അപ്പ് സൈഡ് നമുക്ക് ആ ഒരു സ്റ്റോക്ക് കിട്ടി. ഈ കറക്റ്റ് ചെയ്ത മാർക്കറ്റിലാണ് നമുക്കത് കിട്ടിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കഷ്ടപ്പെടണം. എല്ലാ ടെലിഗ്രാമിലും പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന കൊച്ചി ഷിപ്പ്യാർഡ്, അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഷിപ്പ്യാർഡൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് 10,000 എത്തും എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 10,000 എത്തും, അവിടെയാണ് സോ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു കൊച്ചി ഇപ്പോൾ 1200 അവരുടെ ഓഫർ ഫോർ സെയിൽ വന്നത്. അപ്പോൾ 1200 ബെസ്റ്റ് പ്രൈസാണ്. ആ സമയത്തൊക്കെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു 1000 താഴെയൊക്കെ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടും. നമ്മൾ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സിലോട്ട് വരികയാണെങ്കിൽ, ഒരു കറക്റ്റീവ് മാർക്കറ്റ്, ഇപ്പോൾ നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്പേസിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്, നമ്മൾ മറ്റ് സെക്ടേഴ്സിൽ നോക്കാം. നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്പേസിലോട്ട് നോക്കുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? FIs ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുകയാണ്. അത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ചിലപ്പോൾ ഒരു 50% കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും അപ്പോൾ ഒരു 10-20% വീണാൽ കൂടി മിഡും സ്മോളിലും ഒരു പ്രശ്നമില്ല, എന്നാലേ കറക്റ്റ് വാല്യുവേഷൻ എത്തും. എന്നാൽ നമ്മൾ കാണേണ്ടത് ലാർജ് ക്യാപ്പിലാണ്. ലാർജ് ക്യാപ്പ് ഒന്നും അത്ര വലിയ വാല്യുവേഷനിലൊന്നുമല്ല. അതായത് ലാർജ് ക്യാപ്പിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സ്റ്റോക്സ്, നമ്മൾ HDFC, റിലയൻസ് ഉൾപ്പെടെ പല സ്റ്റോക്സും, മേജർ സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി സ്പേസാണ്. ഇനിയിപ്പോൾ FMCG ഓൾറെഡി കറക്റ്റ് ചെയ്തു. FMCGയിൽ ITC ഒക്കെ കുറച്ച് ഹൈ വാല്യുവേഷനിലായിരുന്നു, താഴെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ITCയും HUL ഒക്കെ നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം കൂടി കറക്റ്റ് ചെയ്യും? ഏറ്റവും കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ 10% ഇവിടുന്ന് കറക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അത്രയല്ലേ ഉള്ളൂ, പേടിക്കേണ്ടല്ലോ. പക്ഷേ നിങ്ങൾ സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയും ഒരു പക്ഷേ 50% കറക്ഷൻ നേരിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എവിടെ വേണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ്, കറക്ഷൻ ഫേസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇപ്പോൾ ട്രംപ് ജയിച്ചെന്ന് നമ്മൾ ടെലിഗ്രാമിൽ ഉൾപ്പെടെ നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ മെസ്സേജ് ഇട്ടു. അന്ന് ബുള്ളിഷായിരുന്നല്ലോ. ഇന്നത്തെ ബുള്ളിഷ്നെസ് കണ്ട് ആരും പുതിയ സ്റ്റോക്സ് ആഡ് ചെയ്യണ്ട, ഇത് ടെമ്പററി ആണ്, കറക്ഷൻ വിൽ കം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. താഴത്തോട്ട് വീഴുകയാണ്, പെട്ടെന്നൊരു പോസിറ്റീവ് ട്രിഗർ, ട്രംപ് ജയിച്ചിരിക്കുന്നു, റൈറ്റ്? അപ്പോൾ സാധാരണക്കാരെന്ത് വിചാരിക്കും? ബുള്ളിഷ്നെസ് കാണുമ്പോൾ തീർന്നടാ, മാർക്കറ്റ് തിരിച്ചു വരുന്നു, ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. ഇതിനെയാണ് ലോ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയാം. വീഴുന്നു, ചെറുതായിട്ട് പൊന്നുന്നു, അത് ചില ട്രിഗർ ആയിരിക്കാം, ഒരു ചെറിയ ന്യൂസ് ആയിരിക്കാം, ഒരു പോസിറ്റീവ് വൈബോട് കൂടി തിരിച്ചു വരുന്നു, അവർ ഓഫ്ലോഡ് ചെയ്യുന്നു, വീണ്ടും താഴെ വരുന്നു, പൊന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മാസത്തെ SIP ഡാറ്റ 25,000 കോടി രൂപയാണ്. SIP റെക്കോർഡ് ഹൈ ആണ്, പോസിറ്റീവാണ്. പക്ഷേ അതിൻ്റെ റിയൽ ഇത് വരാൻ സമയമെടുക്കും. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 2,000 കോടി വെച്ച് DIS മേടിച്ച് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തീരുമല്ലോ എമൗണ്ട്, അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് തീരുമല്ലോ. അപ്പുറത്ത് 5,000, 6,000, 7,000, 2,000 കോടി വെച്ച് ഡെയിലി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക FIs. എത്ര ദിവസം മേടിക്കാൻ പറ്റും? DISൻ്റെ ക്യാഷ് ഹോൾഡിംഗ് ഒക്കെ തീർന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് മോഡിലോട്ട് നിഫ്റ്റി വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ
23,000 ഒക്കെ ടെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എവിടം വരെ പോകും എന്ന് പറയാൻ ഞാനും ആളല്ല. പക്ഷെ ഞാൻ പറയും വാല്യൂ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്കിങ് സെക്ടറൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ബാങ്കിങ് സെക്ടർ പല സ്റ്റോക്സും ഷാർപ്പ് കറക്ഷൻസ് കഴിഞ്ഞു, പല സ്റ്റോക്സും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് 1 മന്ത് പിടിച്ച് നിന്ന സ്റ്റോക്കുകളെ ഈ പ്രത്യേകിച്ച് ബാങ്കിൽ നിന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു റീറ്റെയിലേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഈ ഒരു കറക്ഷൻ കണ്ട് നിങ്ങളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും നിങ്ങൾ ബുക്ക് ചെയ്ത് മാറേണ്ടതില്ല. പിന്നെ സ്വിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അത്തരത്തിലുള്ളൊരു നല്ലൊരു പോഡ്കാസ്റ്റ് കൂടി ചെയ്യണം. എപ്പോഴാണ് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളൊരു കണ്ടൻറ്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റാണ്. കാരണം കറക്ഷൻ കാണാത്ത ഒരു വലിയ ഇൻവെസ്റ്റേഴ്സ് സമൂഹം നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ അവർ കറക്ഷൻ കാണട്ടെ. ഇത് ചെറിയ കറക്ഷനാണ്. കൊറോണ പോലെ, അല്ലെങ്കിൽ ലീമൻ കൊലാപ്സ് പോലെ, 2008 കൊലാപ്സ് പോലെ, 2003 .com ബബിൾ പോലെ, 92 അർഷദ് മേത്ത സ്കാം പോലെ വലിയ 50% കറക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് കുലുങ്ങാത്ത മാർക്കറ്റ് ഇപ്പോൾ കുലുങ്ങുന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. ലോങ് ടൈം ആണെങ്കിൽ ധൈര്യമായിട്ട് ഇരിക്കുക. കയ്യിൽ കാശുണ്ടെങ്കിൽ നല്ല സ്റ്റോക്കുകളെ ആഡ് ചെയ്യുക. ലോങ് ടൈമിൽ സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കറക്ഷൻ മാറി മാർക്കറ്റ് നല്ല രീതിയിൽ 26,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോവട്ടെ എന്ന് തന്നെ വിചാരിക്കുക. 30,000 തീർച്ചയായിട്ടും അത് വരും. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. പേഷ്യൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ജനറേറ്റ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അടുത്ത 2 ക്വാർട്ടറിലെ റിസൾട്ടുകൾ നന്നാവുകയാണെങ്കിൽ, എല്ലാ കമ്പനികളുടെ റിസൾട്ട് ഏണിങ്സ് കൂടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കറ്റ് തിരിച്ച് പഴയ ഫോമിലോട്ട് എത്തും. പിന്നെ ഈ സെബിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവരത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം 2 കാര്യമല്ലേ ഉള്ളത്. ആളുകൾ ബാങ്ക് FDയിൽ നിന്ന് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ആളുകളെ പേടിപ്പിക്കണ്ടേ? അങ്ങനെ എല്ലാ കാശും എടുത്തുകൊണ്ട് വരില്ല, ഇത് അത്ര സേഫ് സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ മാത്രം ആളുകൾ എവിടെ കൊണ്ടുപോയെടുത്തുള്ളൂ? ബാങ്കിൽ കൊണ്ടുപോയെടുത്തു. അപ്പോൾ ഇതൊരു ബാലൻസിൽ പോകേണ്ടതാണ്. അപ്പോൾ ആളുകളെ കുറച്ച് ഫിയർ അടിപ്പിച്ച്, കുറച്ച് ഇവിടെ നിന്ന് സെല്ല് ചെയ്യിപ്പിച്ച്, കുറച്ച് ടാക്സ് കളക്ട് ചെയ്ത്, കുറച്ച് ബാങ്കിൽ FDയിലോട്ട് മാറ്റി, അങ്ങനെ ആണിത് വർക്ക് ചെയ്യേണ്ടത്. സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെബി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ നിരീക്ഷിക്കാം. നല്ല രീതിയിൽ പോകുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എന്ത് കഷ്ടമെന്ന് പറയുന്ന മാതിരി എന്തിനാണ് സെബി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് വെച്ചാൽ അജണ്ടാസ് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഗാംഗുലി പറയുന്ന പോലെ അല്ലേ? ഗാംഗുലിയല്ല, ദ്രാവിഡിന്റെ വീഡിയോ ആണ്. ഓക്കെ. സോ തീർച്ചയായിട്ടും ഈ ഒരു കറക്ഷൻ നിങ്ങൾ പേടിക്കണ്ട. ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. അങ്ങോട്ട് നോക്കുക പോലും വേണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുന്നത് നമ്മുടെ ഒരു മനസ്സമാധാനത്തിനാണ്. നോക്കുമ്പോൾ പേടിയൊന്നുമില്ല. അതൊക്കെ തിരിച്ചു വരും എന്നൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഓവറോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര സിൽവിയും അധികം കറക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ലല്ലേ? 2022 കറക്ഷൻ കണ്ടു. അത് ചെറിയ കറക്ഷൻ. ഞാനധികം കറക്ഷൻസ് കണ്ടില്ല. പക്ഷേ മൂവ് ചെയ്ത മാർക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് 23 അതേ മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുന്നു. മൂവ് ചെയ്ത മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര കറക്റ്റ് ചെയ്ത മാർക്കറ്റ് കണ്ടിട്ടില്ല. ആ സമയം കഴിഞ്ഞിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ പോർട്ട്ഫോളിയോ ജമ്പ് ചെയ്ത് തീർച്ചയായിട്ടും ആ ഒരു മീൻസ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് നല്ല സ്റ്റോക്സ് ആണെങ്കിൽ നിഫ്റ്റി 1% കയറുമ്പോൾ ഒരു 3, 4, 5% കയറും. പോർട്ട്ഫോളിയോ അങ്ങനെ ജമ്പ് ചെയ്യും. അതെ ആ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ ഒരു അഡ്വൈസ് തന്നെയാണ് നമുക്ക് ഇവർക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് വൈബിൽ തന്നെ ഇരിക്കുക. മാർക്കറ്റ് തിരിച്ചു വരും. സോ എനിക്ക് തോന്നുന്നു വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബൈ.